ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ജി സ്റ്റാറിന്റെ ഡിജിറ്റൽ കരോക്കെ ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിറ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കണക്ഷൻ, വർക്കിംഗ്, അങ്ങനെയുള്ള മറ്റ് സെറ്റപ്പുകളൊക്കെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നിന്നല്ല വാങ്ങി, ഞാനിവിടെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങി. കോഴിക്കോട് ഇലക്ട്രോസ്പെയർസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, ഞാൻ അവിടെ നിന്ന് അത് വാങ്ങി. കുറെ മുമ്പേ വാങ്ങിയതുകൊണ്ട് കൃത്യമായ വില എനിക്ക് ഓർമ്മയില്ല. ഒരു 500 രൂപേന്റെ റേഞ്ചിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവിധ അൺബോക്സിംഗും പോലെ ഇത് മഞ്ഞ കവറിലാണ് അല്ലെങ്കിൽ മഞ്ഞ പാക്കിലാണ്, ഇത് കാർഡ്ബോർഡ് റൗണ്ട് ബോക്സ് ആണെന്ന് പറയാനൊന്നും ഞാനില്ല. നമ്മൾ ഡയറക്റ്റ് ഇത് അയച്ച് ഇതിന്റെ കണക്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഡയറക്റ്റ് പ്ലേ ആക്കുക, അതിന്റെ അഭിപ്രായം അറിയാം. ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതുപോലെ ആ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്റെ ഒരു അഭിപ്രായം അതാണ്. അതിനെ പറ്റിയുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം. മറ്റേത് ഇത് കണ്ടു പരിചയപ്പെട്ട് പോയതുകൊണ്ട് നിങ്ങൾക്കും ഒരു കാര്യമില്ല. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ജി സ്റ്റാറിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരു മൈക്ക് വോളിയം, ഒരു എക്കോ വോളിയം, എൻകോഡർ വോളിയം കൺട്രോൾ, പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ. ഇത്രയും സാധനം ഈ പാക്കിനൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അയച്ചു നോക്കുകയാണെങ്കിൽ ഇത് മൈക്ക് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്, 2 സ്റ്റീരിയോ മൈക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. ഇത് നമ്മൾ മുൻപ് പരിചയപ്പെട്ട എൻകോഡർ വോളിയം. ഇതിന്റെ ഒരു ടോപ്പ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ സാധാരണ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ ആ ഒരു ചവർ റിമോട്ടല്ല, നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് റിമോട്ടാണ് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ബോർഡ് നോക്കുകയാണെങ്കിൽ നമ്മളിത് മുമ്പ് ഒരു വീഡിയോയിൽ ഈ ബോർഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടെ എൻകോഡർ കണക്ഷൻ ആണ് വരിക, ഇവിടെ മൈക്ക് കണക്ഷൻ, ലെഫ്റ്റ് റൈറ്റ് ഔട്ട്, ഇവിടെ വോൾട്ടേജ്, ഇവിടെ ഓക്സ്, നമ്മളെ എക്സ്റ്റേണൽ ഓക്സ്, ഈ ഓക്സ് കൂടാതെ ഉള്ള എക്സ്റ്റേണൽ നമ്മളെ RC പിന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം അത്. അപ്പൊ നമ്മൾ കൂടുതൽ വൈകാതെ ഇത് കണക്ട് ചെയ്യുക, പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ തൽക്കാലം നമ്മൾ ഒരു ചാനൽ മൈക്കും കണക്ട് ചെയ്യുക, നമ്മൾ ചാനൽ ഔട്ട്പുട്ട് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത ആ ഒരു ക്ലാസ് D ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ എൻകോഡർ വോളി ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ വോളി ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് ബോർഡിലേക്ക് കൊടുത്താൽ മതി. അപ്പൊ എൻകോഡറിന് ഒരു കണക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതൊരു സർക്യൂട്ട് ഉണ്ട്, അത് ഇവിടെ ഇങ്ങനെ ഈ പോയിന്റിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള സർക്യൂട്ട് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ ആ സർക്യൂട്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇടാം, നിങ്ങൾ അതിൽ പോയാൽ ആ സർക്യൂട്ട് കിട്ടും. അത് കൂടാതെ ഇതിനകത്ത് ഞാനിപ്പോ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സർക്യൂട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം മൈക്ക് പിന്നെ കൊടുത്തിട്ട് തുടങ്ങാം. അപ്പൊ ഞാനിവിടെ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മൈക്ക് സോക്കറ്റിൽ ഗ്രൗണ്ട് ഏറ്റവും ഫ്രണ്ടിലായിട്ട് മൈക്ക് കുത്തണ ഭാഗത്തേക്കുള്ള ഗ്രൗണ്ട് വരിക. ഇതാണ് നമ്മളുടെ ഈ ഓറഞ്ച് വയർ കൊടുത്തിട്ടുള്ളതാണ് നമ്മളുടെ M+ വരിക. ഇവിടെ മൈക്കിന്റെ സോക്കറ്റിന് ഇവിടെ കൊടുക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇതിന് ഒരു ചെറിയ സർക്യൂട്ട് ഷോർട്ടിംഗ് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ അത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ അതുപോലെ നോക്കി കണക്ഷൻ കൊടുത്താൽ മതി. ഇതിൽ ആ PF4 എന്നുള്ളതും M- കൂടി ഷോർട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് കൊടുക്കുന്നത്, മൈക്ക് സോക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ആദ്യം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കണക്ട് ചെയ്ത് ഇനി പ്ലേ ചെയ്തിട്ട് ബാക്കി നമുക്ക് തീരുമാനം അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബാക്കി കണക്ഷനെ കൊടുത്തതിന് ശേഷം നമ്മൾ എൻകോഡിങ് പറഞ്ഞുതരാം. അപ്പൊ കോമൺ ആയിട്ടുള്ള കണക്ഷനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ സിഗ്നൽ കൊടുത്തിട്ടുള്ളതാണ്, ഇത് ഓഡിയോ ഔട്ടിലാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുക. അപ്പൊ ഗ്രീൻ ഗ്രൗണ്ടും ബ്ലൂവും വയലറ്റും സിഗ്നൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റെഡ് 5 വോൾട്ട് പ്ലസും ബ്ലാക്ക് ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്സ് ഞാൻ കൊടുത്തില്ല, അത് നമ്മൾ മറ്റു പണികൾ എടുക്കുമ്പോഴേ കൊടുക്കുന്നുള്ളൂ. ഇനി എൻകോഡറിന്റെ കണക്ഷൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ഷൻ പിന്നോട്ടുള്ളത്. അത് എങ്ങനെ വെച്ചാൽ ഇതിന്റെ ഷാഫ്റ്റ് നമ്മൾ താഴായി പിടിക്കുക. അപ്പൊ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ആ പൊസിഷനാണ് ഈ കാണുന്നത്. അപ്പൊ ഇതില് ഈ വലതുഭാഗത്തുള്ള ഈ ഒരു സ്വിച്ചിന്റെ ഈ പിന്നും ഈ സെന്ററിലുള്ള ഈ പിന്നും ഗ്രൗണ്ടാണ്. പിന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ വലതുഭാഗത്തുള്ളത് 5 എന്നും ഈ ഭാഗത്തുള്ളത് 3 എന്നും ഇത് 2 എന്നും ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ GND എന്ന് കാണുന്നുണ്ടല്ലോ, അതാണ് ഈ ഗ്രൗണ്ട്. അപ്പൊ അത് കൊടുക്കേണ്ടത് നമ്മളിപ്പോ ഈ സെന്റർ പിന്നും ഈ പിന്നിലുമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഷോർട്ട് ചെയ്യണം, അതായത് ഈ 2 പിന്നും കൂടി ഷോർട്ട് ചെയ്യാം. എന്നിട്ടാണ് നമ്മളുടെ ഈ പിന്നിലേക്ക് കൊടുക്കുന്നത്. അടുത്തത് P3, P5, P2 എന്നുണ്ടല്ലോ. ഈ 3, 5, 2 എന്നുള്ളതാണ് നമ്മളിവിടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള 3, 5, 2. അപ്പൊ ഇതേ പ്രകാരം തന്നെ ഈ എൻകോഡർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് ഈ പിന്നാണ്, ആ പിന്ന് ഈ 2ന്റെ ഈ കണക്ഷനിൽ, രണ്ടാമത് 3 എന്ന് പറയുന്നത് ഈ കണക്ഷനിൽ, അതായത് ഫസ്റ്റ് കണക്ഷൻ, 5 എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പിന്ന് ഈ സെന്ററിലെ കണക്ഷനിൽ കൊടുക്കേണ്ടി. വളരെ സിമ്പിൾ ആണ്, ഈ സർക്യൂട്ട് നോക്കി ചെയ്താൽ മതി. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാകണ്ടോ, ഞാൻ ഈ പിന്നും സെൻട്രൽ പിന്നോടെ ഷോർട്ട് ചെയ്ത് ഗ്രീൻ വയർ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ വയർ ഗ്രൗണ്ടിൽ കൊടുക്കുക. അടുത്തത് സ്വിച്ചിൻ്റെ മറ്റേ വയർ യെല്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വയലറ്റും ബ്ലൂവും മറ്റു 2 പിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബോർഡിൽ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് ഈ ഗ്രീൻ വയറിൽ ആദ്യം കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള പിന്നാണ് 2. അപ്പൊ 2ല് യെല്ലോ വയറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 കൊടുക്കേണ്ടത് ഇതാ ഇവിടെയാണ്. ഇത് രണ്ടാണ് നമ്മളുടെ ആ പുഷ് ബട്ടന്റെ കണക്ഷൻ. അപ്പൊ നമ്മളെ സ്വിച്ചിന്റെ കണക്ഷൻ 2 ആയി. ഇനി 2 കൺട്രോളിന്റെ കണക്ഷനാണ് ആ 3ഉം 5ഉം. അപ്പൊ 3 കൊടുത്തിട്ടുള്ളത് ബ്ലൂവും 5 കൊടുത്തിട്ടുള്ളത് വയലറ്റും ആണ്. അപ്പൊ അതേ കളറ് നമ്മൾ ആ 2 മാർക്ക് ചെയ്ത ആ 2 നമ്പറിലും കൊടുക്കുക.
അപ്പോൾ എല്ലാ കണക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ കിട്ടുന്ന ഈ സോക്കറ്റ് കുത്താണെങ്കിൽ ഈ പണിയൊന്നുമില്ല. അത് കുറെ മുമ്പ് വാങ്ങി വെച്ചായതുകൊണ്ട് എൻ്റെ ഇന്ന് ആ സോക്കറ്റ് ഒന്നും ഇവിടെ ഇപ്പം മിസ്സിംഗ് ആണ് സാധനം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സോൾഡർ ചെയ്തെടുത്ത്. പിന്നെ സോൾഡർ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ ഭാവിയിൽ ഈ സോക്കറ്റുകൾ ഡ്രൈ ജോയിന്റ് ആവില്ല. അപ്പോൾ നമ്മളുടെ കണക്ഷനുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 ചാനൽ സ്പീക്കറും ഈ ക്ലാസ് ഡി ബോർഡിലേക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഇൻപുട്ട് ഒക്കെ നമ്മൾ ഈ ബോർഡിൽ നിന്ന് USB ബോർഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എൻകോഡർ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മളിത് ഓണാക്കി നോക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് മോഡിൽ PC ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വോളിയം തിരിച്ചു നോക്കാം. അപ്പോൾ വോളിയം ഇടത്തോട്ട് കറക്റ്റ് കുറയുന്നു. മിനിമൽ വോളിയം വോളിയം കുറച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. മിനിമൽ വോളിയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ മാക്സിമം വോളിയം ആയാലും അപ്പൊ അത് നല്ല പരിപാടിയാണ്. മിനിമം വോളിയം വെക്കാൻ കഴിയില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഇനിയിപ്പോ മ്യൂട്ടാ ചെയ്യാൻ പറ്റില്ല ഉള്ളൂ. അപ്പൊ ഇതിൽ മിനിമം വോളിയം വെച്ചാൽ അത് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നു മനസ്സിലായി. ഇനിയിപ്പോ മ്യൂട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പൊ മ്യൂട്ട് ചെക്ക് ചെയ്യാൻ നമ്മളിവിടെ ഒരു ട്രിപ്പിൾ ബാറ്ററി നമ്മൾ സാധാ നമ്മളുടെ റിമോട്ടിലിടുക. ഇനി വോളിയം നമ്മൾ കൂട്ടിയാൽ അപ്പോൾ റിമോട്ടിൽ വോളിയം കുറയ്ക്കുമ്പോൾ അതേപോലെ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ നോക്കണം. അപ്പോൾ റിമോട്ടിൽ വോളിയം കുറച്ചാൽ വലിയ ശല്യമില്ല. അപ്പോൾ റിമോട്ടിൽ വലിയ ഈ ജോഗ് വോളിയം കുറച്ചാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ റിമോട്ടിൽ വോളിയം കുറച്ചപ്പോൾ ആ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂട്യൂബിലായതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് വേണം. അപ്പോൾ അത് യൂട്യൂബ് തന്നെയാണ് ഞാൻ പ്ലേ ആക്കാറ്. നേരത്തെ വോളിയം കുറച്ച് വെച്ചായിരുന്നു. രണ്ട് ചാനൽ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ എൻകോഡറിൻ്റെ കണക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അത് പുഷ് ബട്ടണും എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് ഒന്ന് നോക്കാം. ഒരു പുഷ് ചെയ്തപ്പോൾ ബേസ് വന്നു. ബി എന്നുള്ള ബേസ് ആയിട്ടാണ് മൈനസും പ്ലസും ആയിട്ട് പോകുന്നുണ്ട്. +8 വരെ പോകുന്നുണ്ട്, -8 വരെ ഉണ്ട്. അപ്പോൾ ബേസ് കൺട്രോൾ ഉണ്ട്. ഒരു പുഷ് കൊണ്ട് കൊടുത്താൽ ട്രിബിൾ കൺട്രോൾ ഉണ്ട്. അതേപോലെ -+8. ഇനി നമുക്ക് പ്ലേ ആക്കിയിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബേസ് കുറഞ്ഞു. ബേസ് 0 തന്നെ സുഖം. അപ്പോൾ ഇത്രയും 3 തരം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ബേസും ട്രിബിളും വോളിയാണ് ഇതിൻ്റെ മുകളിൽ കൺട്രോൾ ഉള്ളത്. അപ്പോൾ നമ്മളുടെ മറ്റ് കണക്ഷൻ ബാസ് ട്രിബിൾ കൺട്രോൾ അതൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് മതിയാവും എല്ലാ കൺട്രോളുകൾക്കും. പിന്നെയുള്ള ഓപ്ഷനൊക്കെ ഈ റിമോട്ടിൻ്റെ മുകളിലുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് മൈക്കാണ്. ഒന്ന് മൈക്ക് കുത്തിയിട്ട് ഇതിനകത്ത് എങ്ങനെയുണ്ട് ഫംഗ്ഷൻ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് E00 കാണുന്നത് എക്കോ വോളിയാണ്. അതിൻ്റെ എക്കോ ലെവലാണ് മൈക്ക് ഉപയോഗിക്കുമ്പോൾ. ഇത് മൈക്കിൻ്റെ വോളിയം. അപ്പോൾ നമ്മളിപ്പോൾ മൈക്ക് വോളിയം ലേശം കൂട്ടി കൊടുത്താൽ ഹലോ 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 ഹലോ
ഹലോ. അപ്പൊ നമ്മളുടെ മൈക്ക് ഇൻപുട്ട് ഇതിനകത്ത് ഇതാണ് എക്കോ ലെവൽ. എക്കോ ലെവൽ 0 മുതൽ 16 വരെ ഉണ്ട്. അതുപോലെ മൈക്ക് വോളിയം എന്ന് പറയുന്നത് 16 വരെ ഉണ്ട് വോളിയം. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ഒക്കെ പാടുള്ള ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു USB പാനൽ ബോർഡാണ് ഇത്. പിന്നെ ഒരുപാട് വയറിംഗ് കണക്ഷന്റെ ബുദ്ധിമുട്ടില്ല. എൻകോഡർ ആയതുകൊണ്ട് ബാസ്, ട്രിബിൾ, എക്കോ, മൈക്ക് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് വയറിങ്ങും പവർ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരണം. ഇതെല്ലാം കൂടി ഇതിൽ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ സൗണ്ട് ബാറിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവം. അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കോഴിക്കോടാണ് ഉള്ളത് വെച്ചാൽ അവിടെ ഇലക്ട്രോസ്പെയർസ് പോയിട്ട് ഈ മോഡൽ ഡിജിറ്റൽ കരോക്കെ ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിറ്റ് ഇങ്ങനെ നീളത്ത് പറയാനില്ല, മൈക്കും എക്കോ ഒക്കെ ഉള്ള USB പാനൽ ഉണ്ടോ വെച്ചാൽ അവർ വേറെ എടുത്തിരും. അപ്പോൾ ഇതൊന്ന് വാങ്ങിയാൽ ഇതുപോലെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ കിട്ടും. ഇനി ഇതിനകത്തുള്ളത് USB ഉണ്ട്, അതായത് പെൻഡ്രൈവ് ഞാൻ കുത്തിയേക്കില്ല, SD ഉണ്ട്, ഓക്സിൻ ഉണ്ട്, ഇതിനകത്ത് FM ഉണ്ട്. FM mode. mode. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ സൗകര്യപ്പെട്ട ഒരു സാധനമാണ്. വളരെ സൗകര്യമാണ് ഇത് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ. സാധാരണ ഇതുപോലെ ഒരു ആമ്പ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ സൈസ് തന്നെ അതിപ്പോ ചെറിയ തോതിൽ ഒതുക്കുക, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ബോക്സിൽ ഇത്രയും സെറ്റപ്പ് വരും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.